ത്വന്മായയാ കലിരഭോത്കുടിലാസുരാണാം അന്ധാത്മനം സ്വബലപൗരുഷഗർവിതാനം സമ്മോഹൻ സ്മിതസുധാകളഭാഷണൈസ്ത്വം ദൈത്യാനനംഗമധിതാം ശബലാനദാനി. അങ്ങയുടെ മായ കൊണ്ട് കുടിലന്മാരും അന്ധന്മാരും സ്വന്തം ബലം, പൗരുഷം മുതലായവയിൽ ഗർവിക്കുന്നവരുമായ അസുരന്മാർക്ക് കലി ബാധിച്ചു. അവിടുന്ന് പുഞ്ചിരിയാകുന്ന അമൃതം, അവ്യക്തമധുരമായ വാക്കുകൾ എന്നിവ കൊണ്ട് ചപലന്മാരായ അസുരന്മാരെ മോഹിപ്പിക്കുകയും മന്മഥ പീഡിതന്മാരാക്കി തീർക്കുകയും ചെയ്തു. ഭഗവാന്റെ മായ കൊണ്ട് അവിടുന്ന് അസുരർക്കരികിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്കിടയിൽ കലഹം ആരംഭിച്ചു. മോഹിനി വേഷം ധരിച്ച് അവിടുന്ന് അരികിലെത്തിയപ്പോഴാകട്ടെ ആ രൂപസൗകുമാര്യത്തിൽ ഭ്രമിച്ച ദൈത്യന്മാരെല്ലാം കാമപീഡിതരായി തീർന്നു. അവരെ വിഭ്രമിപ്പിക്കാനുള്ള ചാതുര്യം ഭഗവാന് നല്ലതുപോലെ ഉണ്ടായിരുന്നു എന്ന് സ്മിതസുധാകളഭാഷണൈ എന്ന പദത്തിലൂടെ വ്യക്തമാകുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.